ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വി കോളർ വെച്ചിട്ട് ഒരു നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലാണ്. അത് മാത്രമല്ല, വീട്ടിൽ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു മോഡൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 290-ൻ്റെ ഒരു നൈറ്റി പീസ് എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് ആദ്യം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഫോൾഡ് ചെയ്യുമ്പോൾ കഴിയുന്നതും ഈ ചീത്ത സൈഡ് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്യുന്നത് എനിക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നല്ല സൈഡ് തന്നെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു, എന്നിട്ട് തിരിച്ചൊന്നും കൂടെ ഫോൾഡ് ചെയ്തെടുത്തു. അപ്പോൾ ടോട്ടൽ 4ആയിട്ടാണ് ഈ ഒരു ക്ലോത്തിനെ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ നൈറ്റിയൊക്കെ കട്ട് ചെയ്യാൻ ഫോൾഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് നമുക്ക് ഏറ്റവും താഴെ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് 54 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 55.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു നൈറ്റ് ഞാൻ ചെസ്റ്റ് സൈസ് 38 ഇഞ്ചിലാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ഈ ഒരു അളവിൽ 7 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. ഇവിടെ കോളർ വയ്ക്കുന്നത് കൊണ്ട് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുർത്തിയൊക്കെ ആണെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നൈറ്റി ആയതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് അധികമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 7 ഇഞ്ചാണ് വേണ്ടത്, ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ അളവെടുത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാക്കിൽ ഷോൾഡർ എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നതിൽ നിന്നും 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. കാരണം നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് ഞാൻ സാധാരണ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ 7 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് ടോട്ടൽ 38 ഇഞ്ച് അല്ലേ, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബാക്ക് ആം ഹോൾ ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷോൾഡർ 1 ഇഞ്ച് അധികമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. എനിക്ക് 9.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് കൂടെ നമുക്ക് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അധികമായിട്ട് വരികയാണെങ്കിൽ 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു അളവ് കണ്ടോ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ ബോഡിയിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പകുതിയാണ് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ആം ഹോളിൻ്റെ റൗണ്ട് കറക്റ്റായിട്ടൊന്ന് നോക്കിക്കൊള്ളണം കേട്ടോ, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ വിഡ്ത്ത് 36 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും കൂടെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ആ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഞാൻ ആ ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് മുകളിൽ നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ആദ്യം ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കണം. സ്ലീവും അതുപോലെ തന്നെ കോളറിനും ആ ഒരു പീസിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ നെക്കൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ആ നെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റ് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിൽ നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നെക്കിൻ്റെ വിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പീസ് എടുത്ത് മാറ്റാം. എന്നിട്ട് ഫ്രണ്ട് പീസ് വീണ്ടും രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ വി നെക്കിന് എത്രയാണോ ലെങ്ത് എടുക്കുന്നത് അതിൽ നിന്നും 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ വേണം ഈ ഒരു കോളർ നെക്കിന്
എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സാധാരണ 7 ഇഞ്ചാണ് എടുക്കുന്നത്, ഞാൻ 2 ഇഞ്ചും കൂടെ അധികമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 9 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, കൂടിപ്പോകരുത്. കാരണം നമ്മൾ 1 ഇഞ്ച് വീതിയിലാണ് കോളറിന് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 1/2 ഇഞ്ച് മാത്രം അവിടെ എടുത്തിട്ട് ആ ഒരു പോയിന്റ് നമ്മൾ നെക്ക് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റുമായിട്ട് യോജിപ്പിച്ചതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് അവിടെ 1/2 ഇഞ്ച് മാത്രം മതി നമുക്ക്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളും കൂടെ കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത് എനിക്ക് 4 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 5.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും താഴത്തോട്ട് ആം ഹോളിൻ്റെ വിട്ട് മാർക്ക് ചെയ്യണം. 11 ഇഞ്ചാണ് വേണ്ടത്, 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും 2.5 ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ റൗണ്ട് 6 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ 2 പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ ആം ഹോളിൻ്റെ വിട്ട് മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ മുകളിലോട്ട് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസിൻ്റെ നല്ല സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് വേണം 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ 2 സൈഡും ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിനെ ഒന്ന് നിവർത്തിയെടുക്കണം. ഇനി നമുക്ക് നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്നും ടേപ്പ് ഇതുപോലെ വെച്ച് നെക്കിൻ്റെ റൗണ്ട് ഒന്ന് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ഇതുപോലെ ടേപ്പും നെക്കുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നോക്കണം. എനിക്കിവിടെ 26.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും 2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ വേണം കോളർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അധികമായിട്ട് വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്തില്ലേ, ആ ഒരു ക്ലോത്ത് എടുക്കണം. അതിൽ നിന്നും കറക്റ്റായിട്ട് നമുക്ക് 28.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കാം. എനിക്കിവിടെ കിട്ടുന്നില്ല. ഇനി നമുക്ക് ഇതിൽ നിന്നും 2 പീസ് മാത്രം എടുക്കാം. 2 പീസ് മാത്രം എടുത്തിട്ട് ആ 2 പീസും ഒന്ന് ചേർത്തിടാം. കറക്റ്റായിട്ട് 2 പീസും ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിൽ നിന്നും വീതിയുള്ള ഭാഗം മാത്രം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് കറക്റ്റായിട്ട് ലെങ്ത് കിട്ടുന്നുണ്ടോയെന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണേ. 2 സൈഡും ഒന്ന് ആവശ്യമില്ലാത്ത ക്ലോത്തിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കര വരുന്ന ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത സൈഡിൽ നിന്നും 1.5 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 1 ഇഞ്ചാണ് നമുക്ക് കോളറിൻ്റെ വീതി വരുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് 1.5 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മതിയെന്നുണ്ടെങ്കിൽ 1.25 ഇഞ്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലായിടവും കറക്റ്റായിട്ട് 1.5 ഇഞ്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ പീസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ റൗണ്ട് നമുക്ക് 26.5 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകുതിയാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. കാരണം 2 പീസ് ഒന്നിച്ചാണ് ഇട്ടിട്ടുള്ളത്. പകുതി 13.4 ഇഞ്ച് അത് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 1/2 ഇഞ്ച് വീണ്ടും ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തത് ഈ 2 പീസും കൂടെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചീത്ത സൈഡ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ആ 2 അരികും ഒന്ന് ചേർന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ ക്യാൻവാസ് വയ്ക്കുന്നില്ല, ജസ്റ്റ് 2 അരികും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്.
കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് നെക്കുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ജോയിൻറ്റ് വരുന്ന ഭാഗം നമുക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ കറക്റ്റ് ആ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിലായിട്ട് ഈ ജോയിൻറ്റ് വരുന്ന ഭാഗം വെച്ചിട്ട് കണ്ടോ ഇതേപോലെ ആ പീസിനെ ഒരു സൈഡിലോട്ട് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് മറു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ജോയിൻറ്റ് വരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ബാക്കിൽ ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തത്. ഇല്ലാതെ ഒറ്റ പീസാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്നേ സ്റ്റിച്ച് ചെയ്ത് മറു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആ 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തില്ലേ, അവിടെ ഈ കോണായിട്ട് വരുന്ന ഭാഗം 1/2 ഇഞ്ച് ഇതുപോലെ ഇറക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പീസിനെ ഒന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും കണ്ടോ ഒരുപോലെ തന്നെ കട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളർ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് താഴ്ത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. വെച്ചിട്ട് നമ്മൾ ആ കട്ട് കൊടുത്തില്ലേ അത് മുതൽ വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. എന്നിട്ട് മറു സൈഡിൽ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ആദ്യം നമുക്ക് കോളർ നെക്കിൽ നിന്നും 1 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ വെച്ച് കൊടുക്കാം. കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടിൻ്റെ അരിക് ചേർത്ത് വെക്കണം. എന്നിട്ട് ആ കോണായിട്ട് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലേ, ഏതുവരെയാണോ കട്ട് ചെയ്ത് കൊടുത്തത് ആ ഒരു അളവ് നമുക്ക് കോളറിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എങ്കിലല്ലേ നമുക്കത് കറക്റ്റായിട്ട് അത് മുതൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ പേൾ പിന്ന് അടിയിലൊന്ന് കുത്തിയിട്ട് മുകളിലെടുക്കണം. എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ എന്നിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്തത് മുതൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ആ കട്ട് ചെയ്ത് നിർത്തിയത് മുതലാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കണ്ടോ ഇതേപോലെ നെക്കും കോളറും കറക്റ്റ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗം എത്തുമ്പോൾ ഇതുപോലെ കണ്ടോ കുറേച്ച് വളച്ച് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ ചുളുക്കമൊന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അവിടെ വലിയ ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ മറു സൈഡിൽ എത്തുമ്പോഴത്തേക്കും കണ്ടോ നമ്മൾ ഇതേപോലെ പേൾ പിന്നൊന്ന് കുത്തി മറു സൈഡിൽ ആ കട്ട് ചെയ്ത് നിർത്തിയ ഭാഗം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതുവരെ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ കോളറിനെ കണ്ടോ ഇതേപോലെ തിരിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഉള്ളിലോട്ടാക്കി കൊടുക്കാം. നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് കറക്റ്റായിട്ട് അത് ഉള്ളിലോട്ടാവും. അതുപോലെ തന്നെ ഒരു കോളറിൻ്റെ പുറത്തായിട്ട് മറ്റേ കോളർ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ ഇതേപോലെ വെച്ചിട്ട് താഴ്ഭാഗത്ത് അവിടെ ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗമില്ലേ അവിടുത്തെ ക്ലോത്ത് കറക്റ്റായിട്ട് ഉള്ളിലോട്ടൊക്കെ ആക്കി കൊടുക്കണം. അതുപോലെ തന്നെ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുകളിലോട്ട് കണ്ടോ ഇതേപോലെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ തയ്യൽ തുമ്പ് പുറത്തോട്ട് വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കോളർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ തയ്യൽ തുമ്പ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ കോളറിൻ്റെ താഴ്ഭാഗം എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കോളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് രണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സ്ലീവിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നേരത്തെ ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതേപോലെ 1/2 ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഫ്രണ്ട് സൈഡ് ഈ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ വരുന്ന രീതിയിൽ ഷോൾഡറുമായിട്ട് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ
സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 സൈഡും സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈറ്റിയുടെ 2 സൈഡും ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. നല്ല സൈഡ് ഇതുപോലെ ചേർത്തിട്ട ശേഷം സ്ലീവ് മുതൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ചരിച്ച് താഴത്തോട്ട് 1/2 ഇഞ്ച് മാത്രം മതി തയ്യൽ തുമ്പ്. ഇതേപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മറു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴ്ഭാഗം കൂടെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നൈറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താഴ്ഭാഗമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുള്ളൊരു നൈറ്റിയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.